എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഡാനിയൽ. ഇവിടെ സക്കുറയാണ്. സക്കുറ പൂത്തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം അടുത്ത ആഴ്ചയൊക്കെ ഒത്തോരിക്ക് പോകുന്നതാണ് വിചാരിക്കുന്നത്. ശരിക്കും അങ്ങോട്ട് ആയിട്ടില്ല. ഇപ്പോൾ വീടിൻ്റെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അവിടെ പൂത്തായിരുന്നുണ്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ ഏകദേശം വൈറ്റ് സക്കുറയാണ്. വലിയ എയിമൊന്നും പറയാനില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ തിങ്കൾ തൊട്ട് ശനി വരെ പണിക്ക് പോകുന്നു. ഞായറാഴ്ച ലീവ്. ഇപ്പം ഏകദേശം ഇവിടെ ഉച്ചയായി. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മെയിനായിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയേണ്ട ഉദ്ദേശം എന്ന് വെച്ചാൽ TATP എന്താണ്, SSW എന്താണ്, പിന്നെ ലാംഗ്വേജ് ഇങ്ങനെ പഠിക്കണം, പിന്നെ ഞാൻ വർക്ക് ചെയ്ത കൺസ്ട്രക്ഷൻ ടെസ്റ്റ് എങ്ങനെയാണ്, അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത്രയൊക്കെയാണ് കവർ ചെയ്യേണ്ട ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് TATP SSW. TATP പറഞ്ഞാൽ ടെക്നിക്കൽ ഇന്റേൺഷിപ്പ് ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാം. ഒരു 3 കൊല്ലത്തെ വിസയാണ്. 3 കൊല്ലത്തെ വിസയാണെങ്കിലും എല്ലാ കൊല്ലവും 1 ഇയർ കഴിയുമ്പോൾ റിന്യൂ ചെയ്ത് പോകണം. ഇപ്പം എൻ്റെ വന്നിരിക്കുന്നത് ഡിസംബർ 12 കഴിഞ്ഞ് വന്നിട്ട് ഈ കൊല്ലം ഡിസംബർ 12 വരെയാണ്. 1 കൊല്ലത്തേക്കുള്ള സ്റ്റാമ്പ് ചെയ്തേക്കാണ്. റെസിഡൻസ് കാർഡ് 1 കൊല്ലത്തേക്കാണ്. അപ്പോൾ ഈ ഓഗസ്റ്റിൽ എനിക്കൊരു എക്സാം ഉണ്ടാവും. അപ്പോൾ ഞാൻ ഒരു സ്കില്ല് പഠിക്കാനാണ് വന്നിരിക്കുന്നത്. ബോർഡ് ഫിനിഷിംഗ് വർക്കാണ്. അപ്പോൾ OTIT, ഓർഗനൈസേഷൻ ഫോർ ടെക്നിക്കൽ ഇന്റേൺഷിപ്പ് ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാം, അവർ വന്നിട്ട് ടെസ്റ്റ് നടത്തും. അതായത് ഇത്തരം കാലം എന്തെങ്കിലുമൊക്കെ പഠിച്ചോ എന്നൊക്കെ നോക്കാനായിട്ട്. അപ്പോൾ ബോർഡ് ചെയ്ത് കാണിച്ചു കൊടുക്കും. ഫ്രെയിം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ചെറിയൊരു 2-3 ബോർഡൊക്കെ അടിക്കാവുന്ന രീതിക്ക് ചെറിയൊരു ഫ്രെയിം, അതിൽ ബോർഡ് സ്ക്രൂ ചെയ്ത് കാണിക്കണം. പിന്നെ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും. മെയിനായിട്ട് ഈ ഇതുമായി ബന്ധപ്പെട്ട ടൂൾസ്, പിന്നെ ഇങ്ങനത്തെ ക്ലിപ്പുകൾ, ഹാങ്കർ, സ്ക്രൂ തന്നെ കുറേ ടൈപ്പ് ഉണ്ട്. അതിൻ്റെയൊക്കെ വൊക്കാബുലറി എന്നാണ് ഞാൻ ഇതിനു മുമ്പ് എഴുതിയ എൻ്റെ സീനിയേഴ്സുണ്ട്, ഇന്തോനേഷ്യക്കാർ, അവരെ കേട്ടത്. അങ്ങനെ ആരും തോറ്റ് കേട്ടിട്ടില്ല. കാരണം തോറ്റ് കഴിഞ്ഞാൽ തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ടി വരും. അടുത്ത കൊല്ലത്തേക്കുള്ള വിസയിലൊക്കെ ഈ എക്സാം പാസ്സാവണം കേട്ടോ. ഇത് ഭയങ്കര സിമ്പിളാണെന്നാണ് പറഞ്ഞത് എല്ലാവരും. ഈ 8 മാസം നമ്മൾ തിയററ്റിക്കലായിട്ട് പഠിക്കുന്നില്ല, ഒന്നും പ്രാക്ടിക്കലായിട്ട് പഠിക്കില്ല. അതുകൊണ്ട് ആ ഒരു ഫ്ലോയ്ക്ക് അങ്ങ് പൊക്കോളും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഈ ഓഗസ്റ്റിലായിരിക്കും എൻ്റെ എക്സാം വരുന്നത്, ഫസ്റ്റ് ഇയറിൻ്റെ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് 1 ഇയറിലേക്ക് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യും. ഡിസംബർ വരെ ആണെങ്കിലും ഒരു ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബറിനുള്ളിൽ പുതിയ കോൺട്രാക്ട് ഇഷ്യൂ കിട്ടാം. അങ്ങനെയാണ് അതിൻ്റെ പരിപാടികൾ. അപ്പോൾ ഈ TATP SSWയുടെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് TATP ജപ്പാനോ SSW ജപ്പാനോ അടിച്ചു കഴിഞ്ഞാൽ NSDCയുടെ വെബ്സൈറ്റിൽ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കൗൺസിൽ എങ്ങാണ്ടാണ്. അപ്പോൾ അതിനകത്ത് ഡീറ്റെയിൽസ് എല്ലാം നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഡീറ്റെയിൽസ് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പ്രോഗ്രാമിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുമായിരിക്കും. ഞാൻ ഒരു 2-3 കൊല്ലം മുമ്പ് കണ്ട കാര്യങ്ങളൊക്കെ ഒരു ഓർമ്മയിലായിട്ടാണ് പറഞ്ഞത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ റിസർച്ച് നടത്തിയില്ല ചെയ്യണത്. ഒരു ഇൻഡോ ജപ്പാൻ പ്രോഗ്രാമാണ് രണ്ടും. SSW ആയാലും സ്പെസിഫൈഡ് സ്കിൽഡ് വർക്കർ ആയാലും. TATP എന്ന് പറഞ്ഞൊരു ഇന്റേൺഷിപ്പ് വിസയാണ്. നിങ്ങളൊരു ഇന്റേൺ ആയിരിക്കും. നിങ്ങളുടെ കൺസിഡറേഷൻ നിങ്ങളൊരു ഇന്റേൺ ആയിട്ട് ട്രീറ്റ് ചെയ്തോളൂ. വലിയ കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കണ്ട. ഒരു ഇന്റേൺ എങ്ങനെയാണോ നാട്ടിൽ, അതൊക്കെ തന്നെയാണ് ഇവിടെയും. പിന്നെ സ്കിൽഡ് വർക്ക് എന്ന് പറയുമ്പോൾ ഒരു എംപ്ലോയി ലെവൽ, കുറച്ചും കൂടി കൺസിഡറേഷൻ, കാര്യങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഒരു നോർമൽ ഒരു ഇവിടുത്തെ ആളോട് എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കും. അതാണ് ആ വിസ കാറ്റഗറി. പിന്നെ നോക്കേണ്ടത് സെൻഡിങ് ഓർഗനൈസേഷൻ, റിസീവിങ് ഓർഗനൈസേഷനാണ്. ഇപ്പോൾ ഇതൊരു കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഏജൻസിക്കാരും ഓടിപ്പോയി ലൈസൻസ് എടുത്തിട്ടുണ്ട്. പക്ഷേ ചുമ്മാ ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജപ്പാൻ വിസ ചെയ്യണമെങ്കിൽ അത് അത്ര എളുപ്പമല്ല വേറൊരു കൺട്രി ചെയ്യുന്ന പോലെ. കേരളത്തിലൊക്കെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീമൊക്കെ വളരെ 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 ചുരുക്കമെന്ന് ഞാൻ പറയത്തുള്ളൂ. ആരും ഇല്ല. അത് അങ്ങനെ ഉള്ളവരാണെങ്കിൽ പോലും ആരും TATP വിസ എൻ്റെ അറിവിൽ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ NSDC വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഓതറൈസ്ഡ് സെൻഡിങ് ഓർഗനൈസേഷൻ, ലൈസൻസ് ഉള്ള സെൻഡിങ് ഓർഗനൈസേഷൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ട് അതിനകത്ത്. അതിൽ നോക്കുക, അവരായിട്ട് കോൺടാക്ട് ചെയ്യുക. ലൈസൻസ് മാത്രമല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം നോക്കുമ്പോൾ ഓർഗനൈസേഷൻ്റെ പേരുണ്ടാവും. അതേ സമയത്ത് ലൈസൻസ് ആരുടെ പേരിലാണെന്നും കൂടി ഉണ്ടാവും. ഒരു കോളമാണത്, ഒരു ടേബിളാണ്. അതിൽ അഡ്രസ്സ്, കോൺടാക്ട് ഡീറ്റെയിൽസ് അങ്ങനെ പോയി ലാസ്റ്റ് ചെയ്യുമ്പോൾ ലൈസൻസ് ആരുടെ പേര് നോക്കണം. ഇപ്പോൾ കേരളത്തിലെ ഏജൻസിക്കാർ ചെയ്തേക്കണത് അവരുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അവർ നോർത്തിൽ ഏതെങ്കിലും ഒരു ഏജൻസിയിൽ ടൈപ്പ് ഉണ്ടാവും, വർഷങ്ങളായിട്ട് ചെയ്യുന്നവർക്ക്. ഓൾറെഡി ഇത് ഇന്ത്യയിലെ സെൻഡിങ് ഓർഗനൈസേഷൻ കാണുന്നത്. ഇത് ഇന്ത്യയിലെ സെൻഡിങ് ഓർഗനൈസേഷൻ, ഇത് ജപ്പാനിലെ റിസീവ് ഓർഗനൈസേഷൻ. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് നിങ്ങൾ. ഓൾറെഡി 2 പേര് തന്നെ ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും കുറഞ്ഞത് ഒരു 1 ഇയർ എടുക്കുന്നുണ്ട് ഈ പ്രോസസ്സ്. ലാംഗ്വേജ് പഠനം നടക്കും. ഇപ്പോൾ ഒന്ന് ആലോചിക്കുക, ഇന്ത്യയിൽ നാട്ടിലൊരു ഏജൻസി, അവർ നോർത്തിലൊരു ഏജൻസിയുമായി ടൈപ്പും, എന്നിട്ട് അവിടെ നിന്ന് ജപ്പാനിലൊരു റിസീവിങ് ഓർഗനൈസേഷനായിട്ട് ടൈപ്പും. ഓൾറെഡി 2 പേരാകുമ്പോൾ തന്നെ ഇത്രയും പ്രോസസ്സ് ലെങ്തി ആവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ ആളോട് ഒന്ന് ആലോചിക്കുക, വർഷങ്ങളായിട്ട് എക്സാം പാസ്സായിട്ട് ഇപ്പോഴും
വരാൻ പറ്റാതെ കിടക്കണവരുണ്ട്. ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ ചോദിക്കുകയാണെങ്കിൽ കേരളത്തിൽ നിങ്ങൾ ഒരുത്തിനെ വിശ്വസിച്ച് പൈസ കൊടുക്കരുത്. എൻ്റെ ഒരു കൊല്ലം ഏകദേശം 1.5 ലക്ഷം രൂപ പൈസ മൊത്തം ഞാൻ തിരിച്ചു മേടിച്ചു, 10 പൈസ കൊടുത്തിട്ടില്ല. എങ്കിൽ പോലും ഒരു കൊല്ലം പോയതാണ്. സമയം പോയി കഴിഞ്ഞാൽ അതൊരു 10, 22, 23 വയസ്സിലൊക്കെ ഒരു കൊല്ലം പോയിക്കെന്ന് പറഞ്ഞാൽ അതൊരു ലോസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ റിസർച്ച് ചെയ്യുക, അതിനകത്ത് നോക്കുക ജെന്യുവൻ ആയിട്ടുള്ള ഏജൻസി. കേരളത്തിൽ കാലിക്കറ്റ് കണ്ട ഒരു ഏജൻസി ഉണ്ടായിരുന്നു, പക്ഷെ അവരിപ്പോൾ ചെയ്യുന്നില്ലെന്നാണ് തോന്നുന്നത്. പിന്നെ ഞാൻ ചെന്നൈയിലെ ഏജൻസി വഴിയാണ് തോന്നുന്നത്. പക്ഷെ എൻ്റെ സമയം കളഞ്ഞ് കേരളത്തിലെ കുറച്ച് ഫേമസ് ആയ ഒരു ഏജൻസിയാണ്. അത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ കേരളത്തില് ആർക്കും ഇതിനെ കുറിച്ച് കൃത്യമായൊരു ധാരണയില്ല. എല്ലാവരും പബ്ലിഷ് ചെയ്യുന്ന ഇൻഡോ ജപ്പാൻ പ്രോഗ്രാം NSDC ആണ്. ഇതിന് പുറകില് വഴി മൊത്തം ഒരു NSDC തലക്കിടും. എന്നിട്ട് ലോകത്ത് എവിടെ ഇല്ലാത്ത പൈസ മേടിക്കുക. സത്യം പറഞ്ഞാൽ ഇതൊരു കംപ്ലീറ്റ്ലി ഫ്രീ പ്രോഗ്രാമാണ് TATP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങളുടെ ലാംഗ്വേജ് പഠനം എല്ലാം സ്പോൺസർ ചെയ്യുന്നത് ഇപ്പൊ റിസീവിംഗ് ഓർഗനൈസേഷനാണ് കമ്പനിയാണ് തോന്നുന്നത്. നമ്മൾ ഹയർ ചെയ്യുമ്പോൾ കമ്പനിയുടേത് ഇവർ ഈ പൈസയൊക്കെ ക്ലെയിം ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൽ കൂടാനാണ് നിങ്ങളുടെ നിന്ന് ഒരു 3 ലക്ഷം രൂപ ഇവർ മേടിക്കും. എന്നിട്ട് ടിക്കറ്റ് നിങ്ങൾ തന്നെ എടുക്കണം. ഈ ടിക്കറ്റ്, വിസ ഇതൊക്കെ ഇവിടെ നിന്ന് സ്പോൺസർ ചെയ്യുന്നതാണ്. 3 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു പോകുന്ന ടിക്കറ്റ് വരെ ഇവിടെ നിന്ന് സ്പോൺസർ ചെയ്യുന്നതാണ് ആ TATP ബുക്കിൽ ഉള്ളത്. എന്നിട്ട് കേരളത്തിലെ തൃശ്ശൂരുള്ള ഒരു ഏജൻസി 7 ലക്ഷമൊക്കെയാണ് പറയണത് ഇതിന്, ഒരു ഏഷ്യൻ കൺട്രിക്ക്. അപ്പോൾ ജെന്യുവൻ ആയിട്ടുള്ള ഏജൻസി നോക്കുക, കേരളത്തിൽ മാക്സിമം ചെയ്യാണ്ടിരിക്കുക. അതാണ് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുന്നത്. പിന്നെ ലാംഗ്വേജ്, ജാപ്പനീസ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ എപ്പോഴും ഒരു നേറ്റീവിന്റെ അടുത്ത് പോയിട്ട് പഠിക്കുക. ഒരു ജാപ്പനീസ് ടീച്ചറുടെ അടുത്ത് പോയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. കാരണം ജാപ്പനീസ് ജസ്റ്റ് എക്സാം പാസ്സായത് കൊണ്ടോ അല്ല, പിന്നെ ചുമ്മാ സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ടോ കാര്യമില്ല. സ്പീക്കിംഗ്, പ്രൊനൗൺസിയേഷൻ, ഇന്റോനേഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. A-U-A-O അത് ഒരെണ്ണം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ വാക്ക് തന്നെ മാറി. ഇവർ മനസ്സിലാകത്തില്ല, ഇവരൊരിക്കലും ചിന്തിക്കത്തില്ല. അതുപോലെയാണ് ഇവരെ പഠിപ്പിക്കുന്ന രീതിയും ഇവർ വളർന്നു വരുന്നതും. ഇവൻ പറഞ്ഞത് ഇങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇവൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ ആയിരിക്കാം എന്ന് ഇവർ ഒരിക്കലും ചിന്തിക്കില്ല. അവർക്ക് എക്സാക്ട് ആയിട്ടുള്ള കാര്യം അവർക്ക് കിട്ടാം. ജപ്പാങ്ങളുടെ ഒരു പ്രത്യേകതയാണത്. എന്നാൽ മാത്രമേ അവർ ഇതാക്കത്തുള്ളൂ. അല്ലെങ്കിൽ അവർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, മനസ്സിലായില്ലെങ്കിൽ. ഞാൻ ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. ഇപ്പൊ എന്റെ ലാംഗ്വേജ് വലിയ കില്ലാടിയൊന്നല്ല. എനിക്കും കുറച്ച് സ്ട്രഗിളൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ അത്രയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചർ പറയും, ഓ ജോസ് ദസ്സിനെ നീ പൊളിയല്ലേ, തേങ്ങയാണ്, ഇവിടെ ഒന്ന് നമുക്കെല്ലാം അറിയുള്ളൂ. കാരണം അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാനിപ്പോ ഒരു മലയാളിയുടെ അടുത്ത് പഠിച്ചെന്ന് വിചാരിക്കുക, ശിവദാനിയൊരു ദസ്, തൃശ്ശൂർ ദസ്. ഞാനൊരു തൃശ്ശൂർക്കാരൻ ജാപ്പനീസ് പറയുന്നവർ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ഏതൊരു ലാംഗ്വേജ് ആണെങ്കിലും അവിടുത്തെ ആൾക്കാരെ പോലെ പറയാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ജാപ്പനീസ് അവര് ഗസ് ചെയ്യത്തില്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരു ബംഗാളിന്ന് മലയാളം പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കും, ഓക്കെ മേ ബി അവൻ ഇതായിരിക്കും ഉദ്ദേശിച്ചത്, നമ്മൾ ഇല്ലെങ്കിൽ ഊഹിച്ചെടുക്കും ഓക്കെ ഇതാണ്. പക്ഷെ ഇവിടെ അങ്ങനെ ചെയ്യത്തില്ല കേട്ടോ. അപ്പൊ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചാൽ പ്രോപ്പർ ആയിട്ടൊരു ലാംഗ്വേജ് സ്കൂളിൽ പോയിട്ട് പഠിക്കുക. പിന്നെന്താണ്, ഒരു നേറ്റീവിന്റെ അടുത്ത് തന്നെ പഠിക്കുക. ലാംഗ്വേജ് മാത്രമല്ലാണ്ട് ഇവിടുത്തെ കൾച്ചർ, ഇവിടുത്തെ ഫുഡ്, നല്ലൊരു സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഓൾറെഡി ഒരു ചെറിയൊരു പ്രിപ്പറേഷൻ പോലെ ആയിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റും. ഓക്കെ, പിന്നെ അടുത്തെന്താണ്, പിന്നെ ഏതൊരു ഏജൻസിനെ നിങ്ങൾ സമീപിച്ചാലും ആദ്യം നോക്കേണ്ടത് എത്ര പേര് എൻറോൾ ചെയ്തു ഈ പ്രോഗ്രാമിൽ, അതിൽ എത്ര പേര് പാസ്സായി, അതിൽ എത്ര പേര് ജപ്പാനിൽ പോയി. വർഷത്തിലൊരു മിനിമം ഒരു 30 പേരെങ്കിലും കയറ്റി വിടുന്ന ഏജൻസിയിൽ കൊണ്ടുപോയി തല വെക്കാവും. ഇപ്പോൾ കുറേ ബേബി ബൂമേഴ്സ് ഒക്കെ വന്നിട്ട് ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഞങ്ങൾ എല്ലാവരും കയറ്റി വിടുന്നൊക്കെ പറയും. എവിടെയില്ലാത്ത പൈസ മേടിക്കും. ലീഗലായിട്ട് ഏതൊരു ഏജൻസിക്കും 30,000 രൂപ നിങ്ങളുടെ നിന്ന് മേടിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ, ഏറ്റവും മാക്സിമം. അതിൽ കൂടുതൽ ആര് ചോദിച്ചാലും നിങ്ങൾ കൊടുക്കരുത്. ഇത് ഇമിഗ്രേഷൻ ഓഫീസിൽ വിളിച്ചപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞതാണ്. ഞാൻ എന്നിട്ട് പുള്ളി പറഞ്ഞതും പുള്ളിനെ അവോയ്ഡ് ചെയ്തിട്ടാണ് ഈ 1.5 ലക്ഷം കൊണ്ടായി ഞാൻ പെട്ടത്. ഞാൻ മാത്രമല്ല, ഏകദേശം ഒരു 10-700ഓളം പേര് പറ്റിക്കപ്പെട്ടു. അതിലിപ്പോഴും പൈസ കിട്ടാത്തവരുണ്ട്. അതില് എന്താ പറയാ, എക്സാം എഴുതിയിട്ടും അല്ലേ കഷ്ടപ്പെട്ട് പഠിച്ച്, അതായത് അവിടുത്തെ കോച്ചിങ് ഒന്നും പോരാ. ചുമ്മാ എന്ത് പഠിപ്പിക്കുന്നത് അറിയോ? അതായത് നമ്മളൊരു ഭാഷയാണ് പഠിക്കുന്നത് ആലോചിക്കണം. നമുക്ക് ലിസണിങ് ഇല്ല, സ്പീക്കിംഗ് പ്രാക്ടീസ് ഇല്ല. ചുമ്മാ ഗ്രാമർ മാത്രം എടുത്തു, ബാക്കി ലിസണിങ് ഒക്കെ സ്കിപ്പ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് സ്കിപ്പ്, ചുമ്മാ ഗ്രാമർ മാത്രം. ഒരു ദിവസം 3 ചാപ്റ്ററൊക്കെ തീരണത്. ഇതൊക്കെയാണ് അവസ്ഥ. പിന്നെ 4 മാസം ഓൺലൈനിൽ ക്ലാസ് ഒക്കെ തന്നതായിരുന്നു. അത് മിന്നോര നിഹോങ്കോ എന്ന് പറഞ്ഞൊരു ബുക്ക് അതൊരു ഒഴിച്ച് 4 മാസം 2 മണിക്കൂർ ക്ലാസ് വെച്ചിട്ട് അത് ഒരു കാര്യമില്ലാണ്ടായി. ഓൺലൈൻ ക്ലാസ് ഒക്കെ അറിയാലോ നമ്മൾ. എന്നിട്ട് പിന്നെ അവർക്ക് തന്നെ മനസ്സിലായി ഓൺലൈൻ ക്ലാസ് കൊണ്ട് ഒരു കാര്യമില്ലാന്ന്. എന്നിട്ട് പിന്നെ കൊണ്ടുവന്നിട്ട് വീണ്ടും ഒരു 4 മാസം ഓഫ്ലൈൻ ക്ലാസ്.
ഉച്ചയ്ക്ക് എത്രയാ 2 മണി തൊട്ട് 5 മണി വരെ 3 മണിക്കൂർ ക്ലാസ്. അതും ഒരു കാര്യമില്ല. 2 മണി ക്ലാസ്സിന് സെൻസേ വരുന്നത് 2:30. ഓക്കെ, അതും ജപ്പാനിലേക്ക് പോകാൻ വേണ്ടി പഠിക്കുന്ന പിള്ളേർ ഒരു ജാപ്പനീസ് ടീച്ചർ വരുന്ന സമയമാണ് 2:30. പിന്നെ അതിനിടയ്ക്ക് കഥ പറച്ചിൽ വേറെ, ബ്രേക്ക് 1/2 മണിക്കൂർ, പിന്നെ മെയിൻ സാധനങ്ങളെല്ലാം സ്കിപ്പ്. അപ്പോൾ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾക്ക് സ്പീക്കിംഗ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് തന്നെ ഇങ്ങോട്ട് വരാം, ഇങ്ങോട്ട് എൻട്രി കിട്ടും. ജോലി മാറല്, ജോലി അപ്ഗ്രേഡ് ചെയ്യല്, ഇതിലൊക്കെയാണ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരിക. അപ്പോൾ സ്പീക്കിംഗ് ആണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ സ്പീക്കിംഗ് ആണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കാനുള്ളത്. പിന്നെ പഠിക്കാനുള്ള ബുക്കാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. മിന്നോൻ നിഹോങ്കോ നല്ലൊരു ഓപ്ഷനാണ്. ഇരദോരി എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്, അത് അടിപൊളിയാണ്. പക്ഷെ ഇത് രണ്ടും കുറച്ച് പാടാണ്. എനിക്ക് വർക്കായ ബുക്ക് ഞാൻ പറഞ്ഞുതരാം. മരുഭൂത്ത് എന്ന് പറഞ്ഞ ബുക്കാണ്. സിമ്പിൾ, നമ്മൾ LKG UKG പഠിക്കില്ല അതുപോലെ, എല്ലാം കളർഫുള്ള്, സിമ്പിൾ പറഞ്ഞ സിമ്പിൾ ബുക്ക്, നല്ല സ്മെല്ലൊക്കെ ഉള്ള പണ്ടത്തെ ബുക്കില്ലേ, അതുപോലത്തെ അടിപൊളി സാധനം. അപ്പോൾ എനിക്ക് വർക്കായത് ആ ബുക്കുണ്ടോ, മരുഭൂത്തോ. എലിമെന്ററി 2 വരെ ഞാൻ പഠിച്ചു, N4 വരെ. പിന്നെ N4 JLPT എഴുതാൻ വേണ്ടിയിട്ട്, JLPT ജാപ്പനീസ് ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ്, അത് എഴുതാൻ വേണ്ടി ഞാൻ കുറച്ച് അഡീഷണൽ ആയിട്ട് പുറത്തുനിന്ന് ട്രൈ N4 എന്ന് പറഞ്ഞിട്ട് ഈ ചെന്നൈയിലെ ഈ ജാപ്പനീസ് JLPT കണ്ടക്ട് ചെയ്യുന്ന ആ സ്കൂളുകാർ പബ്ലിഷ് ചെയ്തേക്കുന്ന ഒരു ബുക്കാണ്. അത് കുറച്ച് അഡീഷണൽ ഗ്രാമർ സെയിം തന്നെയാണ്, കുറച്ചും കൂടി അഡീഷണൽ ഉണ്ട്. മരുഭൂത്ത് വളരെ മിനിമൈസ്ഡ് ആണ്. JFT ബേസിക്കിന് ബേസ് ചെയ്തിട്ടുള്ള ബുക്കാണ്. അത് ഏകദേശം ഒരു 350 കാഞ്ചിയോളം നമ്മൾ പഠിക്കും. കാഞ്ചി എന്ന് പറഞ്ഞാൽ മറ്റേ ചൈനീസ് ക്യാരക്ടേഴ്സ് ആണ് കേട്ടോ. കാഞ്ചി അറിയാണ്ടൊന്നും നടക്കത്തില്ല. ഏകദേശം 10,000-ഓളം കാഞ്ചി ഉണ്ട്. എൻ്റെ ലെവലിൽ ഞാൻ 350-ഓളം പഠിച്ചു. ഇനിയിപ്പോൾ അടുത്ത ലെവലിൽ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പഠിപ്പൊക്കെ കണക്ക് തന്നെ, അറിയാലോ. ലിസണിങ്ങും ഗ്രാമറൊന്നും എനിക്ക് കുഴപ്പമില്ല കേട്ടോ. പക്ഷേ കാഞ്ചി ഒരു 800 to 1200 ഇടയ്ക്ക് വേണമെന്നാണ് എൻ്റെ ഒരു ഇത്. കാഞ്ചിയാണ് പാട്. കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താവും എന്തോ. അപ്പോൾ അങ്ങനെ പഠിക്കുക. ഇപ്പോൾ എക്സാം പാസ്സാവാനൊക്കെ പഠിക്കുന്നവർക്ക് സ്വന്തമായിട്ടൊന്നും പഠിക്കാം. ഞാൻ എപ്പോഴും പറയാം, ഒരു ടീച്ചറുടെ അടുത്ത് പോയിട്ട് പഠിക്കാൻ തന്നെയായിരിക്കും. ഫുൾ ഡേ ക്ലാസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ ബാക്കി കൾച്ചർ കാര്യങ്ങൾ, ടൈമിങ്സ്, പങ്ക്ച്വാലിറ്റി, മാനറൊക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് ജോലിക്ക് ഇവിടെ ഒരു ലൈഫ് അല്ല, ഒരു പ്രിപ്പറേഷൻ പോലെയാണ്. നിങ്ങളൊന്ന് സെറ്റായിട്ട് വരും. ചുമ്മാ സർട്ടിഫിക്കറ്റ് താങ്ങി വരുന്നതിനേക്കാളും ഉപരി നല്ല ഭേദം ഉണ്ടായിരിക്കും.